നമസ്തേ. കഴിഞ്ഞ ദിവസം നമ്മൾ SCERT കേരള പാഠാവലിയുടെ ആദ്യ യൂണിറ്റായ ഭാഷ പോത്തും സംസ്കാരം തളിർത്തും എന്ന യൂണിറ്റിലെ ആദ്യ പാഠമായ കഥകളാതി മോഹനം എന്ന പാഠത്തിലെ എഴുത്തച്ഛനെ കുറച്ച് പഠിച്ചു. അത് ഏതൊക്കെയാണ് എഴുത്തച്ഛനെ നിരൂപകർ വിശേഷിപ്പിക്കപ്പെടുന്നത്? ചില കാര്യങ്ങൾ, ചില പോയിന്റ്സ് പഠിച്ചു. ആധുനിക മലയാള ഭാഷയുടെ പിതാവ്, കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്, മലയാള ഭക്തി പ്രസ്ഥാന പ്രയോക്താക്കളിൽ പ്രമുഖൻ, മലയാള അക്ഷരമാലാക്രമം ചിട്ടപ്പെടുത്തിയ, നിലത്തെഴുത്ത് പ്രചാരത്തിൽ കൊണ്ടുവന്നയാൾ, തത്വചിന്തകൻ, രാമായണ ഗാനഗന്ധർവൻ, അതല്ലെങ്കിൽ പൊതു മലയാളമതൻ മഹേശ്വരൻ എന്നിങ്ങനെ നിരൂപകരാൽ വിശേഷിപ്പിക്കപ്പെടുന്ന എഴുത്തച്ഛൻ 16ാം ശതകത്തിൽ അഥവാ കൊല്ലവർഷം 700-800 ഇടയ്ക്ക് ഇന്നത്തെ മലപ്പുറം ജില്ലയിലെ തിരുവല്ലിയിലുള്ള തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിന് സമീപത്തുള്ള തുഞ്ചൻ പറമ്പിൽ ജനിച്ചു. ആദിമ കവിത്രയത്തിൽ അല്ലെങ്കിൽ പ്രാചീന കവിത്രയത്തിൽ ഒരാളാണ്. പ്രാചീന കവിത്രയാരെന്നൊക്കെ പഠിച്ചു. ചെറുശ്ശേരി എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ. എന്നാൽ ആധുനിക കവിത്രയുണ്ട്. അതാരൊക്കെയാണ്? ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. മലയാളത്തിലെ കവിത്വം എന്നറിയപ്പെടുന്ന ആരൊക്കെയാണ്? ചങ്ങമ്പുഴ, ഇടപ്പള്ളി, രാഘവൻപിള്ള. നമുക്ക് വീണ്ടും പാഠഭാഗത്തിലേക്ക് വരുന്നു. എന്താണ് അത്? ഭാഷ പോത്തും സംസ്കാരം തളിർത്തും. ഒരു രാഷ്ട്രത്തിന്റെ സംസ്കാരത്തിന്റെ വൈഭവത്തിൽ ശരിക്കും ഭാഷ പോത്ത് അതിൻ്റെ പരിമളം ചൊരിയുന്നത് എപ്പോഴാണ്? സംസ്കാരത്തിന്റെ മൂർത്തിമത് ഭാവത്തിലാണ്. അങ്ങനെ സംസ്കാരം തളിർത്ത് നിൽക്കുന്ന അവസരത്തിൽ ഭാഷ പോത്തു എന്ന് പറയാം. ഒരാളിൻ്റെ ഭാഷണത്തിൽ നിന്നും അയാളുടെ സംസ്കാരം മനസ്സിലാക്കാം എന്ന് പറയും പോലെ തന്നെ ഒരു നാട്ടിലെ, ഒരു പ്രദേശത്തുള്ള ആളുകളുടേതായ സംസാരത്തിൽ നിന്നും ആ നാടിൻ്റെ സംസ്കാരം വ്യക്തമാണ്. അപ്പോൾ സംസ്കാരവും ഭാഷയും പരസ്പരം എന്ത് എടുക്കുന്നു? ബന്ധപ്പെട്ടിരിക്കുന്നു. സംസ്കാരത്തെ നിർണയിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണ് ഭാഷയുടെ വ്യക്തത, അല്ലെങ്കിൽ സംസാര ഭാഷയിലെ വിവിധ ഭാഷയിലേക്ക് മനോഹാരിതയും അതിൻ്റെ ക്ലാരിറ്റി അല്ലെങ്കിൽ ശുദ്ധതയും. അപ്പം ഭാഷ പോത്തുലഞ്ഞ് സംസ്കാരം അതിൻ്റെതായ തളിർത്ത അവസ്ഥയിൽ എത്തിക്കുന്നതിന് പ്രധാന കാരണമായി വർത്തിച്ചവരിൽ ഒരാളാണ് തുഞ്ചത്തെ രാമാനുജൻ എഴുത്തച്ഛൻ. അതിന് കാരണവും പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 16ാം ശതകം എന്ന് പറയുന്നത് ഭാഷയിൽ 2 തരത്തിലുള്ള പ്രസ്ഥാനങ്ങളുണ്ടായിരുന്നു. പാട്ട, മണിപ്രവാളം എന്നിങ്ങനെ 2 പ്രസ്ഥാനങ്ങൾ. ഇങ്ങനെ 2 പ്രസ്ഥാനങ്ങൾ നിലനിൽക്കുന്ന കാലഘട്ടത്തിലാണ് ഇദ്ദേഹം ഈ 2 പ്രസ്ഥാനവും മലയാളത്തിന് ഉപയുക്തമല്ല, അല്ലെങ്കിൽ അതിന് ചേരുന്നതല്ല എന്ന് കണ്ടുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ശരിക്കും അവയെ മാറ്റിയെടുത്തിട്ട് ഒരു പുതിയ ഭാഷ ശൈലിക്ക്, ഒരു കാവ്യ ശൈലിക്ക് രൂപം കൊടുത്തു. ഇനി ഇവിടെ നമ്മൾ പാഠത്തിൻ്റെതായ കാര്യത്തിൽ 2 വരികൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഏത് വൃത്തമാണെന്ന് പറഞ്ഞു. ആ വൃത്തം എന്ന് പറയുന്നത് ഏതാണ്? കാകളി വൃത്തമാണ്. കാകളി വൃത്തം ഏത് രീതിയിലും ചൊല്ലാം. നമുക്ക് സമാനതാളത്തിലുള്ള വരികൾ കണ്ടെത്തുന്ന പറയുന്ന അവസരത്തിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു വരിയിൽ എത്ര അക്ഷരം ഉണ്ടെന്ന് നോക്കുക. അതിൻ്റെ ഈണം ഏതെല്ലാം തരത്തിൽ ചൊല്ലാൻ കഴിയും, മഞ്ചരി പോലെയാണോ എന്നിങ്ങനെയുള്ള തരത്തിൽ നോക്കണം. 12 എന്നുള്ള രീതിയിലാണ് ഓരോ വരിയിലും അക്ഷരമുള്ളത്. പിന്നെ ഏത് ഈണത്തിൽ ചൊല്ലാൻ സാധിക്കും. നമ്മൾ പിന്നെ പഠിച്ചതെന്ന് പറയുന്നത് ഈ ഇതിൻ്റെ സൂചനയാണ്. ആധുനിക മലയാള ഭാഷയുടെ പിതാവെന്ന് എഴുത്തച്ഛനെ വിശേഷിപ്പിക്കപ്പെടുന്നു. ശരിയാണോ? അപ്പോൾ ഭാഷ 2 പ്രസ്ഥാനങ്ങളുടെ കയ്യിൽ അകപ്പെട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എഴുത്തച്ഛൻ എന്ത് ചെയ്തു? ഭാഷയ്ക്ക് ഇന്ന് കാണുന്ന തരത്തിലുള്ളതായ പദസമ്പത്ത് ശരിക്കും മലയാളമാണെന്ന് തോന്നിക്കത്തക്ക രീതിയിൽ മലയാളത്തിന് ഉപയോഗപ്പെടുന്ന തരത്തിലുള്ള ധാരാളം പദസമ്പത്ത് സംസ്കൃതത്തിൽ നിന്നും ശേഖരിച്ച് മലയാളത്തിൻ്റെ സ്വന്തമാക്കി തീർത്തു. ഇന്ന് കാണുന്ന പല ഭാഷാപദങ്ങളും എഴുത്തച്ഛൻ്റെ സംഭാവനയാണ്. അദ്ദേഹം ഉപയുക്തമായ വാക്കുകൾ
അതുപോലെ മലയാളത്തിൻ്റെ ഖജനാവിലേക്ക് നൽകി. ഇനി കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവെന്ന് പറഞ്ഞ അവസരത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ അതേ ഒരു പുതിയ കാവ്യശാഖയ്ക്ക് രൂപം കൊടുത്തു. അത് കിളിപ്പാട്ട് പ്രസ്ഥാനമാണ്. കിളിയെ കൊണ്ട് കഥ പറയുന്ന രീതിയാണ് കിളിപ്പാട്ട്. എന്താ കിളിയെ കൊണ്ട് കഥ പറയുന്ന രീതി എന്ന് പറയുന്നത്? കിളിമൊഴിയെ പോലെ ഭംഗിയായി മധുരതരമായി ആലപിക്കാൻ കഴിയുന്നതാണ് തൻ്റെ കവിതകളെന്നും മനോഹരമാണെന്നും സൂചിപ്പിക്കുന്നു. ഇനി മാത്രമല്ല, വാഗ്ദേവതയുടെ അതുപോലെ ലക്ഷ്മിയുടെ കയ്യിലുള്ള ശുഭത്തിൻ്റെ പ്രതീകമാണ്, ശുഭദായികമാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാകാം. ഇനി മറ്റൊരു കൂട്ടർ നിരൂപകർ പറയുന്നു, എഴുത്തച്ഛന് തൻ്റെ കവിതകളിൽ അറം പറ്റാതിരിക്കാൻ അല്ലെങ്കിൽ വെളിദോഷം വരാതിരിക്കാൻ വേണ്ടി അദ്ദേഹം അത് കിളിയെ കൊണ്ട് ചൊല്ലിച്ചതാണ്. ഇങ്ങനെ പല അഭിപ്രായങ്ങളും അതിനകത്തുണ്ട്. നമുക്കെന്തായാലും ഇത് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് എഴുത്തച്ഛൻ എന്നത് നിസ്സംശയം പറയാം. ഏതൊക്കെയാണ് വൃത്തങ്ങൾ? കേക, കാകളി, കളകാഞ്ചി, അന്നനട. ഇനി മലയാള ഭക്തി പ്രസ്ഥാന പ്രയോക്താക്കളിൽ പ്രമുഖനാണ് അദ്ദേഹം എന്ന് പറയുന്നത്. ദേശീയ തലത്തിൽ നമുക്കറിയാം, വിദേശികൾ, ഫ്രഞ്ചുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, അങ്ങനെ അറബികൾ, ധാരാളം ആളുകൾ ഇവിടെ നമ്മുടെ നാട്ടിൽ വന്ന് കച്ചവടത്തിനായി വന്ന അവസാനം നമ്മൾ പറയാറുള്ള മണ്ണും ചരിയുന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറയുന്നത് പോലെ ഈ നാടിനെ കച്ചവടത്തിനെത്തിയിട്ട് ഇതിൻ്റെ ഇവിടുത്തെ സമ്പത്ത് കണ്ടിട്ട് ഇതിനെ അടക്കി ഭരിക്കാൻ നമ്മുടെ ഏകത്വമില്ലായ്മ, നിറത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, പ്രദേശത്തിൻ്റെ പേരിൽ, ഭാഷയുടെ പേരിൽ, അധികാര തർക്കങ്ങളുടെ പേരിൽ പരസ്പരം ഭിന്നിച്ച് നിന്നുകൊണ്ട് അങ്ങനെ കഴിയുന്ന ഒരു ജനതയെ ഭിന്നിപ്പിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്, തങ്ങളുടെ പരിധിയിലാക്കാൻ എളുപ്പമാണെന്ന് കണ്ടുകൊണ്ട് അവസാനം ഇവിടെ അധികാരം സ്ഥാപിച്ച് നമ്മളെ അടിമകളാക്കുന്ന ഒരു പ്രവണത വന്നു. അങ്ങനെ ഈ നാട്ടിലെ ജനത തമ്മിൽ തന്നെ മരിക്കുന്നത്, ഇതിൻ്റെയും പേരിൽ മരിക്കുന്നതിനുള്ള ഇവിടുത്തെ സംസ്കാരമാണ് നശിക്കുന്നത്, ഇവിടുത്തെ ദേശീയ ജനതയാണ് നശിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ എഴുത്തച്ഛൻ ഭക്തിയിലൂടെ ശക്തി ആർജിക്കാൻ, ജനതയെ ഏകോപിപ്പിക്കാൻ ഭക്തിമാർഗത്തിലൂടെ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു? അധ്യാത്മരാമായണം കിളിപ്പാട്ടെന്ന് കഥയിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് രാമായണ ഗാനഗന്ധർവൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുകയും ചെയ്തു. ഇനി അതുപോലെ അക്ഷരമാല ക്രമം ചുട്ടെടുത്തെന്നൊക്കെ പറയുന്ന ശരി, നമുക്കതിപ്പോൾ തൽക്കാലം നോക്കേണ്ടതില്ല. ഇന്ന് കാണുന്ന തരത്തിൽ അക്ഷരമാല ക്രമം, അകാരാദിക്രമത്തിൽ ഭാഷയിലെ അക്ഷരങ്ങളെ ചിട്ടപ്പെടുത്തിയത്, ക്രമപ്പെടുത്തിയത് എഴുത്തച്ഛനാണ്. അതുപോലെ സാർവത്രിക വിദ്യാഭ്യാസ തലത്തിൽ എല്ലാവർക്കും അവർണ്ണമെന്നോ സവർണ്ണമെന്നോ വ്യത്യാസമില്ലാതെ, പണ്ഡിതനെന്നോ പാമനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും സംസ്കാരത്തിലേക്ക്, ഭാഷയിലേക്ക്, നാടിൻ്റെ ഈടിരിപ്പുകളാക്കി മാറ്റുന്നതിന് വേണ്ടി സാർവത്രിക വിദ്യാഭ്യാസം, സർവശിക്ഷ അഭിയാൻ എന്നുള്ള തരത്തിൽ എന്ത് ചെയ്തു? നിലത്തെഴുത്ത് പ്രചാരത്തിൽ കൊണ്ടുവന്നു. ഇങ്ങനെ ഉള്ള എഴുത്തച്ഛനെ തത്വചിന്തകനെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. സംസ്കാരത്തിൻ്റെ, ധർമ്മത്തിൻ്റെ തലത്തിൽ നിന്നും വ്യതിചലിച്ചു പോകുന്ന ആളുകളെ ഇതിഹാസ പുരാണ കഥകളിലൂടെ അതിൻ്റെ ധർമ്മം മനസ്സിലാക്കി, ധർമ്മം എന്നത് നിലനിർത്തുന്ന ഏതാണ് ധർമ്മം? വിശ്വം ധനതേരി ധർമ്മം. വിശ്വത്തെ നിലനിർത്തുന്ന, ലോകത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ധാർമ്മിക പന്ഥാവിലേക്ക് ജനതയെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള തത്വചിന്തകൾ അദ്ദേഹം ജനതയുടെ കവിതകളിൽ മുഴുവൻ അങ്ങോളം ഇങ്ങോളം ആലോചിച്ചു. ഇങ്ങനെ എഴുത്തച്ഛൻ്റെ മനോഹരമായ മഹാഭാരതം ധർമ്മത്തിൻ്റെ കഥ പറയുന്ന, ധർമാധർമ്മങ്ങളുടേതായ കഥ പറയുന്ന, അതിൻ്റെ ആത്യന്തിക വിജയം ധർമ്മമാണെന്ന് പഠിപ്പിക്കുന്ന മഹാഭാരതം, അതിൻ്റെ മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവ്വത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ചെറിയ ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതാണെന്ന് നോക്കാം. ആ കവിത കുറച്ച് ഭാഗത്ത് വായിക്കാം. അതിൻ്റെ തുടക്കത്തിൽ ഇതാണ്: കഥകളതി മോഹനം എന്നാണ് പാഠത്തിൻ്റെ പേര്. കഥ പറയുമ്പോൾ കിളിയുടെ കണ്ണിൽ 100 വർണ്ണങ്ങൾ ഭാഷയുടെ
കഥ പറയുമ്പോൾ കഥ ആർക്കും രസാവഹമാണ്. പറയണമെങ്കിൽ അതുപോലെ തന്മയത്വത്തോടുകൂടി പറയുകയാണെങ്കിൽ കേൾക്കുന്നവർ ഇരിക്കുകയും ചെയ്യും. എങ്ങനെയുള്ള കഥകൾ? രസാവഹമായ കഥകൾ. കിളിയുടെ കണ്ണിൽ, ഇവിടെ കിളി ഒരു പെൺകുട്ടിയായി തന്നെ അതുകൊണ്ടാണ് നേരത്തെ ശാരീരിക പൈതല് എന്നൊക്കെ വിളിച്ചുള്ള സംബോധനകൾ. പെൺകുട്ടിയായി വിഭാവനം ചെയ്തുകൊണ്ട് അതിൻ്റെ കണ്ണുകളിൽ എന്തുണ്ട്? 100 വർണ്ണങ്ങൾ. വർണ്ണം എന്നുള്ളതിന് നിറം. മഴവില്ല് വിരിയുന്നു എന്നുള്ള മുഖത്ത് മഴവില്ല് വിരിയുക എന്ന് പറഞ്ഞാൽ സപ്തവർണ്ണങ്ങൾ, വിവിധ ഭാവങ്ങൾ, വികാര ഭാവങ്ങൾ ഇങ്ങനെ മാറി മാറി വരുന്നു. അപ്പോൾ വർണ്ണം എന്നുള്ളതിന് സ്വഭാവം എന്നർത്ഥം കൂടിയുണ്ട്. അപ്പോൾ 100 വർണ്ണങ്ങൾ. എവിടെയും ഭാഷയുടെ ചിറകിലും ഭാഷ ചിറക് വിതിർത്തി വിചാരങ്ങളിലൂടെ മനുഷ്യരെയും ഈ സമൂഹത്തെയും ഉയർത്തുന്നതിന് വേണ്ടി, ആശയ തലങ്ങളിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടി പര്യാപ്തമാണ്. നമുക്ക് കവിതയിലേക്ക് ഒന്ന് കിടക്കാം. കഥകളതി മോഹനം. കഥകൾ തന്നെയാണ്. അതി വളരെ, മോഹനം മനോഹരം. കഥകളതി മോഹനം. കഥകളേറെ മനോഹരമാണ്, സുന്ദരമാണ്. ആരുടെ കഥകൾ? കിളിമകളുടെ കഥകൾ. കവിത ശ്രദ്ധിക്കാം. പഞ്ചവർണ്ണക്കിളി പെൺകിടാവേ, തെളിഞ്ഞെഞ്ചെവി രണ്ടും കുളിർക്ക പറക നീ. നെഞ്ചം തെളിഞ്ഞു കുറുക്കി കൊഴുത്ത പാൽ പഞ്ചതാര പൊടി കൂട്ടി കുഴമ്പാക്കി. നല്ല കദളിപ്പഴങ്ങൾ തിരഞ്ഞു ഞാൻ മെല്ലത്തിരുമ്മി ഉടച്ചു തേനും വീഴ്ത്തി. വെല്ലവും ശർക്കരയും പൊടിച്ചിട്ടതിൽ വെള്ളിത്തളികയിൽ മേളിച്ചു വെവ്വേറെ. എങ്ങനെയൊക്കെ ചൊല്ലാമെന്ന താളാത്മകമായി ചൊല്ലാതെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചു. അതുകൊണ്ട് ആ രീതിയിൽ ചൊല്ലുന്നില്ല. വെള്ളിത്തളികയിൽ മേളിച്ചു വെവ്വേറെ വെച്ചിരിക്കുന്നതെടുത്തു ഭുജിച്ചാലും ഇച്ഛയാകുന്നത് ദാഹമുണ്ടെങ്കിലോ നീലക്കരിമ്പിൻ്റെ ചാറും ഇളനീരും പാലും മധുവും കുടിച്ചാലും ആവോളം. ഭീഷ്മസമാനൻ അരിനിബഹത്തിനു ഭീഷ്മ ശരശയനത്തിന്മേൽ വീണാറേ. തോറ്റ സുയോധനാദികളാകിയ 100 പേരെന്തെന്നു ചെയ്തതു ചൊല്ലു നീ. ചൊല്ലുവാൻ ആവതില്ലെങ്കിലും ഒട്ടൊട്ടു ചൊല്ലുന്നതുണ്ടു കനക്കച്ചിടിക്ക് ഞാൻ. വൻപനാം കർണനോടാശു സുയോധനൻ അൻപോട് സേനാപതിയാകനീയെന്നാൽ. കർണനും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ കർണസുഖം ഞാൻ പറകയില്ലാരോടും. ദ്രോണരാം ആചാര്യൻ താനിരിക്കയെന്ത് മാനിച്ചു മറ്റുള്ളോർ നിർത്തുന്നിതു പട. മന്നവ കേൾക്ക ഭരദ്വാജനന്ദനൻ ഇന്നുള്ള യോദ്ധാക്കളിൽ പ്രബലാധിപൻ. പിന്നെ ഞാൻ പക്ഷേ ഭരിക്കുന്നതുമുണ്ട്. മന്നവ സങ്കടമുണ്ടാകയില്ലേതും. മാനിയായുള്ള സുയോധനൻ ദ്രോണരെ സേനാപതിയായ അഭിഷേകവും ചെയ്താൻ. ഇത്രയുമാണ് ആദ്യ പാഠത്തിലുള്ള വരികൾ. നമുക്കതിലെ കുറച്ച് ഭാഗം നോക്കിക്കൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ് സമാപിക്കാം. ബാക്കി അടുത്ത ദിവസം നോക്കാം. ഇന്നിപ്പോൾ നമ്മൾ നോക്കിയതിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു പാട്ട് എന്ന് പറയുന്ന പ്രസ്ഥാനം ദ്രമിഡ സംഘാതാക്ഷര നിബദ്ധം യതുക മോന വൃത്തവിശേഷയുക്തം പാട്ട്. വൃത്തം കാകളിയാണ് ഇവിടെ. ഇത് പാട്ടുവൃത്തത്തിൽ എഴുതിയിട്ടുള്ളതല്ല.
രണ്ടു തരത്തിലുള്ള പ്രസ്ഥാനങ്ങളെ കുറിച്ച് പറഞ്ഞ അവസരത്തിൽ ഒരു കാര്യം പറഞ്ഞത് ഇതിന്ന് പറയാമെന്ന്. എന്താണ് പ്രാസമെന്നും അതേപോലെ വൃത്തവും. പദ്യം പാർക്കുന്ന തോതല്ലോ വൃത്തമെന്നിഹ ചൊൽവത്. പദ്യം നിർമ്മിക്കുന്നതിനുള്ള അളവിനെയാണ് വൃത്തമെന്ന് പറയുന്നത്. ഒരു വരിയിൽ ഇത്ര അക്ഷരം വേണം, ഇന്ന അക്ഷരം ലഘുവാകണം, ഇന്നത് ഗുരുവാകണം, ഇത്ര മാത്ര വേണം, ഇനി ഇത്ര ഇന്ന ഭാഗത്ത് യതി വേണം അഥവാ നിർത്ത് വേണം എന്നിങ്ങനെയുള്ള വ്യവസ്ഥകളോടുകൂടി എഴുതുന്ന ശൈലി, അതാണ് വൃത്തം. ഇനി പ്രാസം, ഈ വരികളിൽ ഈ പാഠത്തിനകത്ത് ആദിപ്രാസമുണ്ട്, ദ്വിതീയാക്ഷരപ്രാസമുണ്ട്, അന്ത്യപ്രാസമുണ്ട്. 3 തരത്തിലുള്ള പ്രാസവ്യവസ്ഥകൾ ഇതിൽ കാണാൻ കഴിയും. അത് ഏതൊക്കെയാണോ ഒന്ന് നോക്കാം. ഓരോ വരിയുടെയും രണ്ടാമത്തെ അക്ഷരം പഞ്ച, എഞ്ചെവി, നെഞ്ചം, പഞ്ചതാര. ഓരോ വരിയുടെയും രണ്ടാമത്തെ അക്ഷരം ഒരേ വർഗത്തിലുള്ളത് ആവർത്തിച്ചു വന്നാൽ അതിന് ദ്വിതീയാക്ഷരം, ദ്വിതീയം രണ്ടാമത്തേത് ദ്വിതീയാക്ഷരപ്രാസം പറയും. ആദ്യത്തെ അക്ഷരം ഒരേ വർഗത്തിലുള്ളത് ആവർത്തിച്ചാൽ അത് ആദിപ്രാസം. ഇതിനകത്ത് വെല്ലതും അടുത്ത വരി വെള്ളി, അടുത്ത വരി വെച്ചിരിക്കുന്നതും ആദ്യത്തെ അക്ഷരം വാ എന്നത് ആവർത്തിക്കുന്നു. അതുപോലെ തന്നെ ആദ്യത്തെ 4 വരികളിൽ ഇഞ്ച എന്നുള്ള അക്ഷരം ആവർത്തിക്കുന്നു. തുടർന്ന് ഇല്ല എന്നുള്ള അക്ഷരം ആവർത്തിക്കുന്നു, ഇല്ല എന്ന അക്ഷരം ആവർത്തിക്കുന്നു. അതുപോലെ തന്നെ ചില വരികളിൽ ദ്വിതീയാക്ഷരപ്രാസവും ആദിപ്രാസവും ഒരുമിച്ച് വരുന്നത് അടുത്ത പേജിൽ നമുക്ക് കാണാൻ കഴിയും. ഭീഷ്മ സമാനൻ, അടുത്ത വരിയിൽ ഭീഷ്മ. അടുത്ത് ചൊല്ലുവാൻ, ചൊല്ലുന്നത്, കർണൻ, കർണസുഖം, മാനിച്ചു, മന്നവ, പിന്നെ മന്നവ, മാനി. അതുപോലെ അന്ത്യപ്രാസം വരുന്ന വരികളും തൊട്ടടുത്ത പേജിലുള്ള അൻപോട് സേനാപതിയാകനി എന്നാൻ കർണനും മന്ദസ്മിതം ചെയ്ത് ചൊല്ലിനൻ. അവിടെ ആദിപ്രാസമുണ്ട്, ദ്വിതീയാക്ഷരപ്രാസമുണ്ട്, അന്ത്യപ്രാസവും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഓരോ വരിയുടെയും ആദ്യാക്ഷരം ഒരേ വർഗത്തിലുള്ളത് ആവർത്തിച്ചു വന്നാൽ അത് ആദിപ്രാസം. രണ്ടാമത്തെ അക്ഷരം ഓരോ വരിയിലും ഒരേ വർഗത്തിലുള്ളത് ആവർത്തിച്ചു വന്നാൽ അത് ദ്വിതീയാക്ഷരപ്രാസം. അന്ത്യാക്ഷരം ഓരോ വരിയിലും ആവർത്തിച്ചാൽ അതാണ് അന്ത്യപ്രാസം. വ്യഞ്ജനാക്ഷരങ്ങൾ അർത്ഥഭേദത്തോടു കൂടി ആവർത്തിച്ചു വന്നാൽ അത് അനുപ്രാസം. ഇങ്ങനെ കവിതയ്ക്ക് മാറ്റുകൂട്ടുന്നതിന് വേണ്ടി കവികൾ പ്രാസവും വൃത്തവും ആലങ്കാരിക ഭംഗികളൊക്കെ ചേർക്കാറുണ്ട്. ഇത് നമുക്ക് ഈ പാഠത്തിനകത്തും കാണാൻ സാധിക്കും. രണ്ടോ നാലോ വരി നോക്കിക്കൊണ്ട് ഇന്ന് നമുക്ക് ഈ പാഠം ഒന്ന് തുടങ്ങി വെക്കാം. പാഠത്തിൻ്റെ പേര് പറഞ്ഞു കഥകളതി മോഹനം. കഥകളേറെ സുന്ദരമാണ്, മനോഹരമാണ്. പഞ്ചവർണ്ണക്കിളി പെൺകിടാവേ. പഞ്ചവർണ്ണക്കിളി, ഇവിടെ ശാരികയെ അഥവാ ശിവത്തെ, തത്തയെ എഴുത്തച്ഛൻ കഥ പറയിപ്പിക്കുന്നത് തൻ്റെ രാമായണ കഥകൾ, ഭാഗവത കഥകൾ, ഭാരത കഥകളൊക്കെ പറയിപ്പിക്കുന്നത് തത്തയെ കൊണ്ടാണ്. അല്ലയോ പൈങ്കിളിപ്പെണ്ണെ, നീ എന്ത് ചെയ്യണം? പെൺകിടാവേ, പെൺകുഞ്ഞെ, പെൺകുട്ടി സംബോധനയാണ്. തെളിഞ്ഞ മനസ്സ്, തെളിഞ്ഞ് നിന്റെ മനസ്സിൽ വളരെയധികം സന്തോഷമുണ്ടായിട്ട് എൻ ചെവി, എൻ്റെ ചെവി, എൻ്റെ ചെവി രണ്ടും, എൻ്റെ ചെവികളെ എന്ത് ചെയ്യണം? നീ കുളിർക്കെ, എൻ്റെ ചെവി കുളിർക്കെ, എൻ്റെ മനസ്സ് കുളിർക്കെ പറക നീ പറയുക. അല്ലയോ പഞ്ചവർണ്ണക്കിളിപ്പെണ്ണെ, നീ എന്ത് ചെയ്യണം? നിന്റെ മനസ്സിന് സന്തോഷമുണ്ടായിട്ട് ആ മനസ്സിലെ സന്തോഷത്തിൽ നിന്ന് ഉടലെടുക്കുന്ന കഥകൾ ദേവി എൻ്റെ ചെവികളെ കുളിർപ്പിക്കത്തക്ക രീതിയിൽ, എൻ്റെ മനസ്സിന് ആനന്ദം ഉണ്ടാക്കത്തക്ക രീതിയിൽ ദയവായി പറഞ്ഞാൽ. നെഞ്ചം തെളിഞ്ഞു കുറുക്കിക്കൊഴുത്ത പാൽ. അത് ഞാൻ നിനക്ക് എന്തൊക്കെ നൽകാം? നിനക്ക് എന്തൊക്കെ കഴിക്കാൻ വേണ്ടി കഥ പറയുന്നതിന് വേണ്ടി? നെഞ്ചം തെളിഞ്ഞ്, എൻ്റെ മനസ്സ് തെളിഞ്ഞ്, എൻ്റെ മനസ്സിന് സന്തോഷമുണ്ടായി. തെളിയുക, സന്തോഷിക്കുന്നത്. മനസ്സ് തെളിഞ്ഞ് യാതൊരു മാലിന്യവുമില്ലാതെ ഇത് കളങ്കരഹിതമായി കുറുക്കിക്കൊഴുത്ത, കുറുക്കിയെടുത്ത് കാച്ചിയെടുത്തതായ നല്ല വെള്ളത്തിൻ്റെ അംശം അല്പം പോലും ഇല്ലാത്തതായ പാൽ.
പഞ്ചതാരപ്പൊടി. പഞ്ചതാരപ്പൊടി എന്നത് പഞ്ചസാരപ്പൊടി. എന്ത് ചെയ്യും? കൂട്ടി കുഴമ്പാക്കി. കൂട്ടി ചേർത്ത്, ഇപ്പൊ പാലും പഞ്ചസാരയും ചേർത്ത് അത് കുഴമ്പ് രൂപത്തിലാക്കിയതുകൊണ്ട് അത് നിനക്ക് വേണ്ടുവോളം കഴിക്കാം. അവിടെ കൂട്ടി കുഴമ്പാക്കി നോക്കാം. കൂട്ടി പ്ലസ് കുഴമ്പാക്കി. കൂട്ടി കുഴമ്പാക്കി. നമുക്കതൊരു സന്ധി നിയമമാണ്. തിരിച്ചെഴുതുക അല്ലെങ്കിൽ ചേർത്തെഴുതുക. സന്ധി നിയമം പഠിക്കുന്നുണ്ട്. കൂട്ടി പ്ലസ് കുഴമ്പാക്കി. ഇത് പൂർവപദം. മധ്യപദത്തിന് പറയുന്നവര് പൂർവപദം, ഇത് ഉത്തരപദം. അപ്പോൾ പൂർവപദവും ഉത്തരപദവും. ഉത്തരപദത്തിന്റെ ആദ്യം ഏതെങ്കിലും ഒരു സ്വരം, അതിന്റെ വിശദീകരിച്ച നിയമങ്ങൾ പിന്നെ പഠിക്കാം. ക്ഷമിക്കുക, ഉത്തരപദത്തിന്റെ ആദ്യം ഏതെങ്കിലും ഒരു ഖരം വന്നാൽ ക, ശ, ദ, ത, പ, ഇത് ഈ അക്ഷരങ്ങളെ ഖരാക്ഷരങ്ങളാണ്. ഇവയിൽ ഏതെങ്കിലും ഉത്തരപദാദിയിൽ വന്നാൽ ആ ഖരം ഇരട്ടിക്കും. ഉത്തരപദാദിയിലെ ഖരം ഇരട്ടിക്കും. ഇപ്പൊ പൂർവപദത്തിന്റെയും ഉത്തരപദത്തിന്റെ അവസ്ഥ കണ്ടു. ഉത്തരപദാദിയിൽ ഇവയിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ അത് കായുണ്ട്. അങ്ങനെ ഉത്തരപദാദിയിൽ ഖരാക്ഷരം വന്നതുകൊണ്ട് ആ ഖരാക്ഷരം ഇരട്ടിക്കും. ഉത്തരപദാദിയിൽ ഖരം ഇരട്ടിക്കും. എല്ലായിടത്തും ആ നിയമം ബാധകമല്ല. കൈകാലുകൾ, കൈ പ്ലസ് കാലുകൾ, കൈകാലുകൾ. ഇവിടെ ഉത്തരപദത്തിന്റെ ആദ്യമുള്ള കായുള്ളത് ഇരട്ടിക്കുന്നു. എന്തുകൊണ്ട്? ദ്വന്ദ്വസമാസത്തിൽ ദ്വിത്വം വരികയില്ല. നമ്മളതൊക്കെ പിന്നീട് പഠിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട പദങ്ങളിൽ കാര്യത്തിൽ മനസ്സിലാക്കുക. ഇവിടെ ഇതുപോലുള്ള ധാരാളം ദ്വിത്വസന്ധിയിലുള്ള ഇത് വരുന്നുണ്ട്. ദ്വിത്വം എന്നത് ഇരട്ടിക്കുക. ഇപ്പൊ രണ്ടക്ഷരങ്ങളോ വർണ്ണങ്ങളോ തമ്മിൽ സന്ധി ചെയ്യുമ്പോൾ അവയിൽ ഏതെങ്കിലും ഒന്ന് ഇരട്ടിക്കുകയാണെങ്കിൽ അത് ദ്വിത്വസന്ധിയായിരിക്കും. ഇവിടെ ഉത്തരപദത്തിന്റെ ആദ്യം ഒരു ഖരാക്ഷരം വന്നു. ആ ഖരാക്ഷരം ഇരട്ടിക്കും. നമുക്ക് ബാക്കി മാത്രമുള്ള ഭാഗം അടുത്ത ഒരു എപ്പിസോഡ് കൊണ്ട് നമുക്ക് തീർക്കാവുന്നതാണ്. എല്ലാവർക്കും അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.